जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा। आजानलम्बितभुजौ कनकावतातो सङ्कीर्तने कपितरो कमलायताक्षो विश्वम्भरो द्विजवरो युगधर्मपालो वन्दे जगत्प्रियकरो करुणावतारो। जयति जयति देवा कृष्णचैतन्यचन्द्रा जयति जयति कीर्तिस्तस्य नित्या पवित्रा। जयति जयति भृत्यास्तस्य विश्वेशमूर्ते जयति जयति नृत्यां तस्य सर्वप्रियाणाम्। हरे कृष्ण। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हृदयस्य प्रेरणाय प्रवृत्तिदोगं वराकरूपोऽपि तस्य हरे पदकमलं वन्दे चैतन्यदेवस्य। ഓക്കെ, ശ്ലോകം 36, അധ്യായം 5, ആദിലീല. ശ്രീ ചൈതന്യ ചരിതാമൃതം ബൈ ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അതിമനോഹരമായിട്ടുള്ള മഹാഗ്രന്ഥമാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം. ചൈതന്യ ചരിതാമൃതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഭാഗവതവും ഭഗവത്ഗീതയും മറ്റുള്ള വേദങ്ങളും ഒക്കെ പഠിക്കുന്നതിന് തുല്യമാണോ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിൽ പറയുന്ന എല്ലാ തത്വങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതാണ് ചൈതന്യ ചരിതാമൃതത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ശ്ലോകം നമ്പർ 36 നോക്കാം. യദ് അരീനാം പ്രിയാനാം ച
പ്രാപ്യം ഏകം ഇവോതിതം തദ്ബ്രഹ്മ കൃഷ്ണയോരൈക്യാത് കിരാണാർക്കോപമാജുഷോ. ഹരേ കൃഷ്ണ. ഒന്ന് ഹരേ കൃഷ്ണ. യത് ഹരീണാം പ്രിയാണാം ച പ്രാപ്യമേകമിവോദിതം തദ്ബ്രഹ്മ കൃഷ്ണയോരൈക്യാത് കിരണാർക്കോപമാജുഷോഹോ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ ശത്രുക്കളും ഭക്തന്മാരും ഒരേ ലക്ഷ്യം നേടുന്നുവെന്ന പ്രസ്താവന ബ്രഹ്മത്തിന്റെയും കൃഷ്ണ ഭഗവാന്റെയും അന്തിമമായ ഏകത്വത്തെ പ്രതിപാദിക്കുന്നു. സൂര്യനും സൂര്യപ്രകാശവും തമ്മിലുള്ള സാദൃശ്യത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ കഴിയും. ബ്രഹ്മം സൂര്യപ്രകാശത്തെ പോലെയും കൃഷ്ണ ഭഗവാൻ സ്വയം സൂര്യനെ പോലെയും ആകുന്നു. ഭാവാർത്ഥം ശ്രീല രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധു 1-2-278 നിന്നുള്ളതാണ് ഈ ശ്ലോകം. അദ്ദേഹം ഇതേ വിഷയം തന്റെ ലഘു ഭാഗവതമൃതപൂർവ 5:41 കൂടുതലായി ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം വിഷ്ണു പുരാണത്തിൽ 4:15-1 ജയവിജയന്മാരെ സംബന്ധിച്ച് മൈത്രേയ മുനി ചോദിച്ച ചോദ്യം പരാമർശിക്കുന്നു. ഹിരണ്യകശിപു അടുത്ത ജന്മത്തിൽ രാവണനായി തീരുകയും ദേവന്മാരെക്കാൾ ഭൗതിക ഐശ്വര്യങ്ങൾ ആസ്വദിക്കുകയും എങ്കിലും മോക്ഷം ലഭിക്കാതിരിക്കുകയും എന്നാൽ പിന്നീട് ശിശുപാലനായപ്പോൾ കൃഷ്ണനുമായി കലഹിക്കുകയും കൃഷ്ണനാൽ വധിക്കപ്പെടുകയും കൃഷ്ണന്റെ ശരീരത്തിൽ ലയിച്ചു ചേർന്ന് മോക്ഷം പ്രാപിക്കുകയും ചെയ്തതെങ്ങനെ? ഹിരണ്യകശിപു നരസിംഹദേവനെ വിഷ്ണുവായി തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടെന്ന് പരാശരൻ മറുപടി നൽകി. ചില പുണ്യകർമ്മങ്ങളിലൂടെ ഐശ്വര്യം നേടിയ ഏതോ ജീവസത്തെയാണ് നരസിംഹദേവൻ എന്ന് അയാൾ കരുതി. രജോ ഗുണത്തിന്റെ ആധിക്യത്താൽ നരസിംഹരൂപം മനസ്സിലാക്കാൻ സാധിക്കാതെ അവിടുന്ന് ഒരു സാധാരണ ജീവസത്തെയാണെന്ന് അയാൾ വിചാരിച്ചു. എന്നിരുന്നാലും നരസിംഹദേവന്റെ കരങ്ങളാൽ വധിക്കപ്പെട്ടതിനാൽ ഹിരണ്യകശിപു അടുത്ത ജന്മത്തിൽ രാവണനാവുകയും അളവറ്റ ഐശ്വര്യങ്ങളുടെ ഉടമയാവുകയും ചെയ്തു. രാവണൻ എന്ന നിലയിൽ അതിരറ്റ ഭൗതികാസ്വാദന നിമിത്തം ശ്രീരാമനെ ഭഗവാനായി അംഗീകരിക്കാനും അയാൾക്ക് കഴിഞ്ഞില്ല. അതിനാൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടെങ്കിലും അവന് സായുജ്യ മുക്തി പ്രാപിക്കാൻ കഴിഞ്ഞില്ല. രാവണ ജന്മത്തിൽ അവന് രാമന്റെ പത്നി ജാനകിയോട് അതിരറ്റ ആകർഷണം ഉണ്ടാവുകയും ആ ആകർഷണം മൂലം അവന് ഭഗവാൻ രാമനെ കാണാൻ കഴിയുകയും ചെയ്തു. പക്ഷേ ശ്രീരാമനെ വിഷ്ണുവിന്റെ അവതാരമായി സ്വീകരിക്കുന്നതിനു പകരം രാവണൻ അവിടുന്ന് ഒരു സാധാരണ ജീവസത്യായി കരുതി. രാമന്റെ കൈകളാൽ വധിക്കപ്പെട്ട അവന് ശിശുപാലനായി ജനിക്കാനുള്ള ആനുകൂല്യം ലഭിക്കുകയും അളവറ്റ ഐശ്വര്യങ്ങൾ ഉണ്ടായിരുന്ന ശിശുപാലൻ താൻ കൃഷ്ണനോട് മത്സരിക്കാൻ സമർത്ഥനായ എതിരാളിയാണെന്ന് സ്വയം ചിന്തിക്കുകയും ചെയ്തു. ശിശുപാലന് കൃഷ്ണനോട് എല്ലായ്പ്പോഴും ശത്രുതയുണ്ടായിരുന്നെങ്കിലും അവൻ സദാ കൃഷ്ണന്റെ നാമം ഉച്ചരിക്കുകയും കൃഷ്ണന്റെ സുന്ദരമായ സവിശേഷതകളെ പറ്റി ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്രകാരം പ്രതികൂല ഭാവത്തോടെയെങ്കിലും നിരന്തരം കൃഷ്ണനെ പറ്റി ചിന്തിക്കുകയും കൃഷ്ണന്റെ നാമം ഉരുവിടുകയും ചെയ്തതിനാൽ അയാൾ പാപകർമ്മങ്ങളുടെ കളങ്കങ്ങളിൽ നിന്ന് ശുദ്ധനാക്കപ്പെട്ടു. ഒരു ശത്രുവെന്ന നിലയിൽ കൃഷ്ണന്റെ സുദർശന ചക്രത്താൽ ഹനിക്കപ്പെട്ടപ്പോൾ കൃഷ്ണനെ കുറിച്ചുള്ള ശിശുപാലന്റെ നിരന്തര സ്മരണ അവന്റെ ദുഷ്കർമ്മങ്ങളുടെ പ്രതികരണങ്ങളെ അരിയിച്ചു കളയുകയും കൃഷ്ണന്റെ ശരീരത്തോട് ലയിച്ചു ചേർന്ന് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, വേറെ ആരെങ്കിലും കണ്ടിന്യൂ ചെയ്യോ? ഹരേ കൃഷ്ണ. കൃഷ്ണനെ ശത്രുവായി കാണുകയും അവിടുന്നിനാൽ ഹനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും കൃഷ്ണന്റെ ശരീരത്തിൽ ലയിച്ചു ചേർന്നേ മോക്ഷം നേടാൻ കഴിയുമെന്ന് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ തങ്ങളുടെ യജമാനൻ എന്ന നിലയിലോ സുഹൃത്ത് എന്ന നിലയിലോ കൃഷ്ണനെ പറ്റി സദാ അനുകൂല ഭാവത്തോടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ഗതി എന്തായിരിക്കും? ഈ ഭക്തന്മാർ നിശ്ചയമായും ബ്രഹ്മസായുജ്യത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥിതി നേടിയേ തീരൂ. അവ്യക്തിഗതവാദികൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മജ്യോതിയിൽ സ്ഥിതി ചെയ്യുക ഭക്തന്മാർക്ക് യോജിച്ച ഒന്നല്ല. അതിനാൽ ഭക്തന്മാർ വൈകുണ്ഠ ലോകത്തിൽ അഥവാ കൃഷ്ണലോകത്തിൽ സ്ഥാപിക്കപ്പെടുന്നു. സനത്കുമാരന്മാർ ശപിക്കപ്പെട്ട ജയനെയും വിജയനെയും പോലെ മറ്റു ഭക്തന്മാരും ഓരോ യുഗത്തിലും ഭൗതിക ലോകത്തിലേക്ക് പതിക്കുമെന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു മൈത്രേയ മുനിയും പരാശര മുനിയും തമ്മിലുള്ള സംവാദം. മൈത്രേയ മുനിക്ക് ഹിരണ്യകശിപുവിനെ കുറിച്ചും രാവണനെ കുറിച്ചും ശിശുപാലനെ കുറിച്ചും നൽകിയ ഉപദേശങ്ങൾക്കിടയിൽ ആ അസുരന്മാർ മുമ്പ് ജയനും വിജയനുമായിരുന്നെന്ന് പരാശരൻ അറിഞ്ഞിരുന്നില്ല. 3 ജീവിതങ്ങളിലായുള്ള ദേഹാന്തര പ്രാപ്തി വിവരിക്കുക മാത്രമേ അദ്ദേഹം ചെയ്തത്. ഭഗവാന്റെ വൈകുണ്ഠത്തിലെ സഹവാസികൾക്ക് അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്ന എല്ലാ യുഗങ്ങളിലും അവിടുത്തെ ശത്രുക്കളുടെ വേഷമെടുക്കാൻ വരേണ്ട ആവശ്യമില്ല. ജയന്റെയും വിജയന്റെയും പതനം സംഭവിച്ചത് ഒരു പ്രത്യേക യുഗത്തിലാണ്. ജയനും വിജയനും എല്ലാ യുഗങ്ങളിലും അസുരന്മാരായി ഭവിക്കാൻ
ഭവിക്കാൻ ഇറങ്ങി വരികയില്ല. ഭഗവാന്റെ ചില സഹവാസികൾ ഓരോ യുഗത്തിലും അസുരന്മാരാകാൻ താഴേക്ക് പതിക്കുമെന്ന ചിന്ത തികച്ചും അബദ്ധമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ജീവസത്തകളിൽ കാണപ്പെടുന്ന എല്ലാ പ്രവണതകളും ഉണ്ട്. കാരണം അവിടുന്നാണ് മുഖ്യ ജീവസത്ത. അതിനാൽ വിഷ്ണു ഭഗവാൻ ചിലപ്പോൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. സൃഷ്ടിക്കുവാനും ആസ്വദിക്കുവാനും സുഹൃത്തായിരിക്കുവാനും മാതാപിതാക്കളെ സ്വീകരിക്കുവാനും മറ്റുമുള്ള പ്രവണതകൾ പോലെ അവിടുന്ന് യുദ്ധം ചെയ്യാനുള്ള പ്രവണതയുമുണ്ട്. ചില ഭൂവുടമകളും രാജാക്കന്മാരും ചിലപ്പോൾ തങ്ങൾ തന്നെ നിയോഗിച്ച ഗുസ്തിക്കാരുമായി വിനോദത്തിന് യുദ്ധം ചെയ്യാറുണ്ട്. വിഷ്ണുവും അതുപോലെ ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനുമായി ഭൗതിക ലോകത്തിൽ പോരാടുന്ന അസുരന്മാർ ചിലപ്പോൾ അവിടുത്തെ സഹവാസികളായിരിക്കും. അസുരന്മാരുടെ സംഖ്യ കുറവായിരിക്കുകയും അതേസമയം ഭഗവാൻ യുദ്ധം അഭിലഷിക്കുകയും ചെയ്യുമ്പോൾ വൈകുണ്ഠത്തിലെ തന്റെ ചില സഹവാസികൾ ഇറങ്ങി വരാനും അസുരന്മാരുടെ വേഷമെടുക്കുവാനും അവിടുന്ന് കാരണമുണ്ടാക്കുന്നു. ശിശുപാലൻ കൃഷ്ണന്റെ ശരീരത്തിൽ ലയിച്ചെന്ന് പറയുമ്പോൾ അവർ ജയനോ വിജയനോ ആയിരുന്നില്ലെന്നും അവൻ വാസ്തവത്തിൽ അസുരൻ തന്നെയായിരുന്നെന്നും മനസ്സിലാക്കാൻ നാം ശ്രദ്ധിക്കണം. ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ അലിഞ്ഞു ചേരുന്ന മോക്ഷം ബ്രാഹ്മണഹത്യക്കും ഗോഹത്യക്കും കുപ്രസിദ്ധരായ കംസനെ പോലുള്ള അസുരന്മാരും കൈവരിച്ചിട്ടുള്ളതിനാൽ അതേ മോക്ഷത്തെ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന വിജയമായി അംഗീകരിക്കാനാവില്ലെന്ന് ശ്രീല സനാതന ഗോസ്വാമി അദ്ദേഹത്തിന്റെ ബൃഹത് ഭാഗവതാമൃതത്തിൽ വിശദീകരിക്കുന്നു. ഭക്തന്മാർക്ക് അത്തരം മോക്ഷം അറപ്പുളവാക്കുന്നതാണ്. ഭക്തന്മാർ വാസ്തവത്തിൽ അതീന്ദ്രിയ അവസ്ഥയിലാണ്. അതേസമയം അഭക്തന്മാരോ ജീവിതത്തിന്റെ നാരകീയ അവസ്ഥയ്ക്കുള്ള സ്ഥാനാർത്ഥികളും. ഒരു ഭക്തന്റെ ജീവിതവും അസുരന്റെ ജീവിതവും തമ്മിൽ എല്ലായ്പ്പോഴും വ്യത്യാസമുണ്ട്. അവരുടെ സാക്ഷാത്കാരങ്ങൾക്ക് സ്വർഗവും നരകവും പോലെ വ്യത്യസ്തതയുണ്ട്. അസുരന്മാർ എല്ലായ്പ്പോഴും ഭക്തരോട് പക പുലർത്തുന്നവരും ബ്രാഹ്മണരെയും പശുക്കളെയും ഹനിക്കുന്നത് ശീലമാക്കിയവരുമാണ്. അസുരന്മാർക്ക് ബ്രഹ്മതേജസ്സിൽ ലയിക്കുന്നത് മഹനീയ കാര്യമാണ്. പക്ഷെ ഭക്തർക്ക് അത് നാരകീയമാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സ്നേഹിക്കുന്നതിൽ പരിപൂർണത നേടുകയാണ് ഒരു ഭക്തന്റെ ജീവിത ലക്ഷ്യം. ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നവർ അസുരന്മാരെ പോലെ തന്നെ നിന്നാർഹരാണ്. പരമപുരുഷന് പ്രേമഭരിതമായ സേവനമനുഷ്ഠിച്ച് സർവദാ അവിടത്തോട് സഹവസിക്കാൻ കാക്ഷിക്കുന്ന ഭക്തരാകട്ടെ വളരെ വളരെ ഉത്കൃഷ്ടരാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. സോ ഇവിടെ ഈ ശ്ലോകം 36 ആക്ച്വലി നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ പരം വ്യോമത്തെക്കുറിച്ച്, സിദ്ധലോകം അല്ലെങ്കിൽ വൈകുണ്ഠ ലോകങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതായിരുന്നു നമ്മുടെ ടോപ്പിക്. 32ാമത്തെ ശ്ലോകം മുതൽ നമ്മളത് കാണുന്നു. വൈകുണ്ഠ ലോകങ്ങളെക്കുറിച്ചും അതേപോലെ ഗോലോക വൃന്ദാവനത്തിനെക്കുറിച്ചും ആ പറയുന്ന ഹയറാർക്കിയൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 32ാമത്തെ ശ്ലോകത്തിൽ മുതൽ നമ്മൾ കാണുന്നു എങ്ങനെയാണ് വൈകുണ്ഠ ലോകങ്ങൾ എന്നുള്ളത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ബ്രഹ്മജ്യോതിയെക്കുറിച്ച് പറഞ്ഞു. അത് നമ്മളവിടെ കണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ പറയുന്നത് ഇവിടെ 35ലും 36ലും പറയുന്നത് ശത്രുക്കൾക്ക് പോലും അവിടെ എത്താൻ സാധിക്കും. എവിടെ? ബ്രഹ്മജ്യോതിയിലേക്ക്. അല്ലെങ്കിൽ അസുരന്മാർക്ക് പോലും ബ്രഹ്മജ്യോതിയിലേക്ക് എത്തുവാനുള്ള അവസരം ഭഗവാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറയുകയാണ്. ആക്ച്വലി എന്തിനാണ് ഈ പറയുന്ന ഇതൊക്കെ നമ്മളിവിടെ ശ്രീകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നതെന്ന് വെച്ചാൽ ഓരോ അതായത് ഗ്രാജുവൽ, അതായത് ഗോലോക വൃന്ദാവനത്തിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് കാണിച്ചു തരുവാണ്. അല്ലെങ്കിൽ അതേ ഡെസ്റ്റിനേഷൻ ഗോലോക വൃന്ദാവനം അല്ലെങ്കിൽ വൈകുണ്ഠം എന്ന് പറയുന്നതേ അല്ല ബ്രഹ്മജ്യോതി. ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ആ ഒരു ഹൈറാർക്കി നോക്കുമ്പോൾ ഒരുപാട് താഴെയാണ്. അത് നമ്മളെ മനസ്സിലാക്കിപ്പിച്ച് തരുവാണ് പല പല ശ്ലോകങ്ങളിലൂടെ. എന്താണ് ഡെസ്റ്റിനേഷൻ, അതായത് ഭക്തരുടെ ഡെസ്റ്റിനേഷൻ എന്താണ്, ഇനി അസുരന്മാരുടെ ഡെസ്റ്റിനേഷൻ എന്താണ്, ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുന്നവർ, അത് വേർതിരിച്ച് കാണിച്ചു തരുവാണ് ശ്ലോകങ്ങളിലൂടെ. ഇവിടെ പ്രത്യേകിച്ചും ശീല രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നുള്ള ശ്ലോകമാണ്. അതായത് ഭഗവാന്റെ ഭക്തർക്കും അതേപോലെ ഭഗവാന്റെ ശത്രുക്കൾക്കും ഒരേ ഡെസ്റ്റിനേഷൻ, ഒരേ സ്ഥലത്തേക്കാണ് അവർ പോകുന്നത് എന്ന് പറയുന്നത് ക്ലിയർ ആക്കി തരുവാണ് ഈ ശ്ലോകത്തിലൂടെ.
അതായത് ഒന്ന് ബ്രഹ്മൻ, ഒന്ന് കൃഷ്ണൻ, രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ പറയുമ്പോൾ അതീന്ദ്രിയമാണ് എന്ന് പറയും, അല്ലെങ്കിൽ അവർക്ക് മുക്തി കിട്ടിയെന്ന് നമ്മൾ ജനറലി പറയും. മുക്തി കിട്ടുക എന്ന് പറയുന്നത്, മുക്തിക്കും പല ലെവലുകളുണ്ട്. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്, ഭഗവാൻ ഇരിക്കുന്ന ഗോലോക വൃന്ദാവനത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിനും മുക്തി നേടിയെന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം മുക്തി എന്ന് പറയുന്ന വാക്ക് ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുക്തി ആയി. ഇനി പുറത്തേക്ക് കടന്നാൽ അവിടെ നിന്നും പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ബ്രഹ്മജ്യോതിയുണ്ട്, അതിന് മുകളിൽ വൈകുണ്ഠ ലോകങ്ങളുണ്ട്, അതിന് മുകളിൽ മറ്റുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ ലോകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവസാനം ദ്വാരകയുണ്ട്, മധുരയുണ്ട്, വൃന്ദാവനമുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഗ്രഡേഷൻ ഉണ്ട്. ഓരോരോ ലെവൽ ഹൈറാർക്കി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അതിവിടെ ക്ലിയർ ചെയ്യുകയാണ് ശരിക്കും ശിലറൂപ ഗോസ്വാമി. അതായത് ഡെസ്റ്റിനേഷൻ ഒന്നെന്ന് പറയുമ്പോൾ എല്ലാം പരവ്യോമത്തിലാണ്, സമ്മതിച്ചു. പക്ഷേ സ്ഥലങ്ങൾ വ്യത്യാസമുണ്ട്. ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുന്നവർ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നു, അവർക്ക് അതിനപ്പുറത്തേക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഭക്തരാണെങ്കിൽ നേരിട്ട് ഭഗവാന്റെ ലോകങ്ങളിലേക്ക് പോകും. ഭഗവാൻ പേഴ്സണലി ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് പോകുന്നു. ബ്രഹ്മജ്യോതി എന്ന് പറഞ്ഞാൽ വെളിച്ചം മാത്രമാണ്, അല്ലേ? നമുക്കറിയാം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ വരുന്ന ആ ദിവ്യമായിട്ടുള്ള തേജസ്സിനെയാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ഇവിടെ ഈ ശ്ലോകത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സൂര്യനും സൂര്യരശ്മിയും പോലെയാണ്, സൺഷൈൻ പോലെ എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ആയിട്ട് താരതമ്യം ചെയ്യാം. സൂര്യദേവൻ എന്ന് പറയുന്നത് കൃഷ്ണനെ പോലെ, അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. സോ രണ്ടും വ്യത്യാസമുണ്ട്. സംഭവം ശരിയാണ്, കൃഷ്ണനിൽ നിന്നാണ് സൂര്യദേവൻ ഉള്ളത് കൊണ്ടാണ് സൂര്യരശ്മികൾ ഉള്ളത്. പക്ഷെ രണ്ടും രണ്ടാണോ? രണ്ടും കണക്റ്റഡ് ആണ്, ബട്ട് രണ്ടും വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിയും ഒന്ന് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ശക്തിയും, അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം, എനർജി എന്താണെങ്കിൽ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പ്രഭുപാദ്ജി അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഭാവാർത്ഥത്തിൽ പറയുന്നത്. ക്ലിയർ ആക്കി തരുവാണ് ശരിക്കും. ഏത് ഉദാഹരണത്തിലൂടെയാണ് ക്ലിയർ ചെയ്യുന്നത്? മൈത്രേയ മുനി പരാശര മുനിയോട് ചോദിക്കുന്ന, ജയവിജയനെയും കുറിച്ച് ചോദിക്കുന്ന, അല്ലെങ്കിൽ ജയവിജയന് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് അതിനെക്കുറിച്ചുള്ള ആ എക്സാമ്പിളാണ് ഇവിടെ ശില പ്രഭുപാദ്ജി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്, നമുക്കിത് മനസ്സിലാക്കിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ജയവിജയൻ, നമുക്കറിയാം ഈ ലീല എന്ത് സംഭവിച്ചു എന്നുള്ളത്. 4 കുമാരന്മാർ അവിടെ പോകുന്ന സമയത്ത് ജയനും വിജയനും അവരുടെ ഡ്യൂട്ടി ചെയ്തു. വിഷ്ണു റെസ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു, അകത്തോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ 4 കുമാരന്മാർ ശപിക്കുന്നു. ഇത് നമുക്കറിയാം. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഭഗവാൻ പുറത്തു വരും. ഭഗവാൻ പുറത്തു വന്ന് കാണും. അപ്പോൾ മനസ്സിലായി ഇവിടെ ഓൾറെഡി ശാപം കൊടുത്തു, ശപിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ 4 കുമാരന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അസുരന്മാരായി മാറിയാലും അല്ലെങ്കിൽ മാറേണ്ടി വന്നാലും നിങ്ങൾ തിരിച്ചിവിടെ വരും. മാത്രമല്ല ഭഗവാന്റെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് മരണം സംഭവിച്ച് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പൊസിഷനിലേക്ക് വരുമെന്നുള്ള ഒരു വരം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെക്ഷനിൽ ആക്ച്വലി പറയുന്നുണ്ട്, ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. ശ്ലോകങ്ങളിലും ഭാഗവത്തിൽ തന്നെ ശീല പ്രഭുപാദ്ജിയും പറയുന്നുണ്ട്. ആക്ച്വലി ജയനും വിജയനും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചതല്ല. കാര്യം അവർ നിത്യസിദ്ധരായിട്ടുള്ളവരാണ്. ജയനും വിജയനും കുറച്ചു കാലം മാത്രമല്ല അവർക്ക് ഡ്യൂട്ടി അവിടെ. അവർ സ്ഥിരമായിട്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ സേവകർ തന്നെയാണ്. ആ പൊസിഷൻ പെർമനൻ്റ് പൊസിഷനാണ് അവരുടെ, താൽക്കാലികമായിട്ടുള്ള പൊസിഷനല്ല. അവിടെ വൈകുണ്ഠത്തിൽ പോയ ഒരു വ്യക്തി ഒരു കാരണവശാലും വീഴില്ല, അവിടെ ഒരു കാരണവശാലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ച് വരില്ല. പക്ഷേ സ്പെഷ്യൽ കേസുകളിൽ ചില കാര്യങ്ങൾ ലീലയുടെ ഭാഗമായിട്ട് ഭഗവാന്റെ ആഗ്രഹപ്രകാരം, ഭഗവാന്റെ തീരുമാനപ്രകാരം ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. അവർ വരും, താൽക്കാലികമായിട്ട് വരും, എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് തിരിച്ചു പോകും. എങ്ങനെയാണോ നമ്മൾ പറയുമ്പോൾ ശുദ്ധഭക്തർ വരുന്നത്, ഭഗവാൻ, ഫോർ എക്സാമ്പിൾ ശീല പ്രഭുപാദ്ജി ആവട്ടെ, മറ്റുള്ള ആചാര്യന്മാരാവട്ടെ, ശീല റൂപ ഗോസ്വാമി ആണെങ്കിലും മറ്റുള്ള ആചാര്യന്മാരാണെങ്കിലും, അവർ എന്തിനു വന്നു ഇവിടെ? അവരവിടെയുള്ളവരാണ്, നിത്യസിദ്ധരാണ്. പക്ഷേ നമ്മളെപ്പോലെ സാധാരണ ബദ്ധാത്മാക്കളെ ഇവിടെ നിന്ന് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നു, അല്ലേ? അപ്പോൾ ഒരു മിഷനായിട്ട് വരുന്നു, ആ മിഷൻ കഴിയുന്നു, തിരിച്ചു പോകുന്നു. അതേപോലെ
ജയനും വിജയനും സംഭവിച്ച അതേപോലെ തന്നെയാണ്. ഭഗവാൻ ഇവിടെ ശിലപ്രഭാജി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ചില സമയങ്ങളിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നു, നമുക്കറിയാം, അതായത് വാത്സല്യം, അമ്മയുടെയും അച്ഛൻ്റെയും വാത്സല്യം കിട്ടണമെങ്കിൽ അതനുസരിച്ചിട്ട് കൃഷ്ണൻ അതിന് പറ്റുന്ന ലീലകൾ ചെയ്യുന്നു. യശോദ റാണിയുടെ അല്ലെങ്കിൽ നന്ദമഹാരാജൻ്റെ മകനായിട്ട് ജനിക്കുന്നു, അപ്പോൾ കുട്ടിയുടെ വാത്സല്യരസം അനുഭവിക്കുന്നു. ഇനി ചിലപ്പോൾ സഖ്യരസമായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അപ്പോൾ സഖ്യരസം അതിനനുസരിച്ചിട്ട് അദ്ദേഹം ലീലകൾ ചെയ്യുന്നു. അതേപോലെ ചില സമയത്ത് വീരരസമുണ്ട്, അതും ഒരു രസമാണ്, അതും ഒരു ഭാവമാണ്. അപ്പോൾ ആ ഒരു രസം, വീര്യരസം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുമ്പോൾ, എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇതേപോലെ പവർഫുള്ളായിട്ടുള്ള ആളുകൾ വേണ്ടേ ഭഗവാനുമായിട്ട് മൽപ്പിടുത്തം നടത്താൻ, യുദ്ധം ചെയ്യാൻ. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഭഗവാന്റെ പാർഷദർ തന്നെയാണ്. കാര്യം അവർ സാധാരണ ആളുകളല്ല, ഭൂമിയിലുള്ള ഒരാളെ പോലെയല്ല. സാധാരണ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലുള്ള രണ്ട് ആളുകളെ ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാര്യം എന്തുകൊണ്ട് ഹിരണ്യകശിപുവും രാവണനും ഒക്കെ ഇത്രയും പവർഫുള്ളായി? കാര്യം അവർ ജയവിജയന്മാർ ഇങ്ങോട്ട് വന്നപ്പോൾ, അല്ലേ, 3 യുഗങ്ങളിൽ അവർ വരുമെന്ന് പറഞ്ഞു. അതായിരുന്നു ശാപത്തിൻ്റെ ബാക്കിയും. അല്ല, ഹിരണ്യകശിപു ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു അസുരനാവാൻ സാധിച്ചു. ഭഗവാനുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഭഗവാന്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നു. ഹിരണ്യാക്ഷനും അത് തന്നെ സംഭവിക്കുന്നു, സെയിം. അപ്പോൾ ഇവർക്കൊക്കെ ഭഗവാന്റെ കൈകൊണ്ട് അവർ മരിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുന്നത്? അവർ മുക്തി എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം, ശിലപ്രഭാജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാ യുഗങ്ങളിലും ഇതേപോലെ ജയവിജയന്മാർ വരുന്നില്ല. ചില യുഗങ്ങളിൽ അവർ വരുന്നു, അത് ഭഗവാന്റെ തീരുമാനം. എല്ലാ യുഗങ്ങളിലും ഈ ലീല നടക്കുന്നില്ല. അപ്പോൾ ഹിരണ്യകശിപു എന്ന് പറയുന്ന ക്യാരക്ടർ, രാവണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പ്രാവശ്യമല്ല ഉണ്ടായിട്ടുള്ളൂ. കാര്യം പല യുഗങ്ങൾ നടക്കുന്നുണ്ട്, നമുക്കറിയാം, എത്രയോ യുഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കലിയുഗം തന്നെ ഡ്യൂറേഷൻ നമുക്കറിയാം, അതേപോലെ ത്രേതായുഗത്തിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ എല്ലാ ത്രേതായുഗത്തിലും എല്ലാ കലിയുഗത്തിലും ഒരേ പാസ്റ്റ് ടൈംസ് തന്നെ നടക്കണമെന്നില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് ഭഗവാൻ കൃഷ്ണൻ വരുന്നുള്ളൂ. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ ഒരുപാട് കലിയുഗമുണ്ട്. ഒരു കലിയുഗം മാത്രമല്ല, നമ്മളിരിക്കുന്ന കലിയുഗം മാത്രമല്ല, ഒരുപാട് കലിയുഗങ്ങളുണ്ട്. അതിൽ ഒരു കലിയുഗത്തിലാണ് വരുന്നത്. മഹാപ്രഭു ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ കലിയുഗത്തിലും ഒരേ ലീലകൾ നടക്കണമെന്നില്ല. അതെല്ലാം ഭഗവാന്റെ തീരുമാനമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആക്ച്വലി ശ്ലോകം അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈവൻ ഭഗവാനെ എതിരെ ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും ഭഗവാൻ മുക്തി കൊടുക്കുന്നുണ്ട്. അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്. ആക്ച്വലി അതാണ് നമ്മളെ മനസ്സിലാക്കിപ്പിച്ചു വരുന്നത്. അതായത് ഇതേപോലെ ഭഗവാനെ എഗൻസ്റ്റ് ആയിട്ട് നിന്നവർക്ക് പോലും മുക്തി കിട്ടുവാണെങ്കിൽ ഭഗവാന്റെ ഭക്തരുടെ കാര്യം എന്തായിരിക്കും? സംശയമുണ്ടോ? ഭഗവാന്റെ നാമം ജപിക്കുന്നവർ, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നവർ, ചർച്ച ചെയ്യുന്നവർ, അവർക്ക് തീർച്ചയായിട്ടും നല്ല ഡെസ്റ്റിനേഷനിലേക്ക് കിട്ടില്ലേ? അതിനെന്താണ് ഡൗട്ട്? കാര്യം ശിശുപാലനും അതേപോലെ അങ്ങനെയുള്ള അസുരന്മാർക്ക്, കംസനും പോലും മുക്തി കിട്ടാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭക്തർക്ക് കിട്ടില്ല? അപ്പോൾ അതുകൊണ്ട് സംശയിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമേ ഭക്ത പ്രണശ്യതി എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് ഇവിടെ. അപ്പോൾ ആ കൂട്ടത്തിലാണ് ജയവിജയൻ്റെ കാര്യം പറയുന്നതും. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ എടുത്ത് പറയുന്നു ശിലപ്രഭാജി. ഈ പറഞ്ഞ പോലെ എല്ലാ മില്ലേനിയത്തിലും അല്ലെങ്കിൽ എല്ലാ യുഗങ്ങളിലും നടക്കുന്നില്ല ഇങ്ങനെ. ചില സമയങ്ങളിൽ ഉണ്ടാവും, ചില സമയങ്ങളിൽ ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശിശുപാലൻ ഭഗവാന്റെ ശരീരത്തിൽ ലയിക്കുന്നത് കണ്ടു. സായുജ്യമുക്തി കിട്ടിയെന്ന് നമ്മൾ പറയുന്നു ശിശുപാലന്. അപ്പോൾ ശിശുപാലൻ ആരാണ്? ജയനാണെങ്കിൽ ജയന് സായുജ്യമുക്തിയാണോ അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ, ആക്ച്വൽ പൊസിഷൻ? അല്ല, അദ്ദേഹം വൈകുണ്ഠത്തിലിരിക്കുന്ന ആളാണ്, അദ്ദേഹം ബ്രഹ്മജ്യോതിയിലിരിക്കുന്ന ആളല്ല, അല്ലേ? അപ്പോൾ പലപ്പോഴും, അതായത് ചില യുഗങ്ങളിൽ ലീലയുടെ ഭാഗമായിട്ട് ജയവിജയൻ ശിശുപാലനും ദന്തവക്രമായിട്ടുണ്ട്.
എന്നാൽ എല്ലാ യുഗങ്ങളിലും അങ്ങനെ ആവണമെന്നില്ല. അതാണ് ഓർക്കേണ്ടത്. അപ്പോൾ ലയിക്കുന്നു അല്ലെങ്കിൽ സായുജ്യമുക്തി കിട്ടി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ജയവിജയൻ ഓൾറെഡി അവർക്ക് നല്ല പൊസിഷനായിരുന്നു അവിടെ. അവർ പേഴ്സണൽ അസോസിയേഷൻ ആയിരുന്നു. ഭഗവാന്റെ റൈറ്റും ലെഫ്റ്റ് ഹാൻഡാണ് അവർ. കാവൽക്കാരാണ് അവർ, വിഷ്ണുവിൻ്റെ, നാരായണൻ്റെ. അവിടെ ഇരിക്കുന്ന ഭഗവാന്റെ ആ പൊസിഷനിൽ ഭഗവാനെ പേഴ്സണലി സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും വീഴ്ച സംഭവിച്ച് അവർക്ക് സായുജ്യമുക്തി കിട്ടിയെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ല. ജയനും വിജയനും എവിടെയായിരുന്നു അവിടേക്ക് തന്നെ ലീല കഴിയുമ്പോൾ തിരിച്ചു പോകും. അവർ ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിക്കുന്നില്ല. പക്ഷെ നമ്മളെ പഠിപ്പിക്കുകയാണ് ശിശുപാലൻ്റെ ലീലകളിലൂടെ, അല്ലെങ്കിൽ ശിശുപാലനും ദന്തവക്രം മറ്റുള്ളവരുടെ ലീലകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ല, അവരായിട്ട് വന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും, മുക്തിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിലും, മുക്തി കിട്ടുന്നത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള മുക്തി തന്നെയാണ്. ഇവിടെ ശിലപ്രഭുജി നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ശിശുപാലൻ ഭഗവാന്റെ ശരീരത്തിൽ ലയിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓർക്കണം, അത് ജയവിജയന്മാരല്ല. ജയവിജയന്മാരാണെങ്കിൽ അവർക്ക് സായുജ്യമുക്തിയല്ല കിട്ടുന്നത്, അല്ലേ? അവർ അവർക്കൊരു പൊസിഷനുണ്ട്. അപ്പോൾ ശരിക്കും ഒരു അസുരനായിരുന്നു. ഒരു അസുരന് പോലും കിട്ടുന്നു. കാര്യം അസുരന് എങ്ങനെ കിട്ടി? ഭഗവാനെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു, ഭഗവാന്റെ നാമവും ജപിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദേഷ്യത്തിലായിരുന്നു എന്ന് മാത്രം. വെറുപ്പോട് കൂടിയിട്ടും അസൂയോട് കൂടിയിട്ടായിരുന്നു ശിശുപാലൻ നിരന്തരം ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്മരണം ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രവണം, കീർത്തനം, സ്മരണം. സദാസമയം 24 മണിക്കൂറും ശിശുപാലന് ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, കൃഷ്ണനെക്കുറിച്ച്. പറയുകയും ചെയ്യും കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ, പക്ഷെ പറയുന്നതെല്ലാം നെഗറ്റീവായിട്ടാണെന്ന് മാത്രം. എന്നാലും ഓർക്കുകയാണ് ചെയ്യുന്നത്, ഭഗവാനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അനുകൂലമായിട്ടുള്ളതല്ല ചെയ്യുന്നത്. അനുകൂല ഭക്തിയല്ല അത്. ഭക്തി എന്ന് വിളിക്കാൻ സാധിക്കില്ല, പ്രതികൂലമാണ്. എന്നാലും ഭഗവാനെയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് അവർക്കും മുക്തി കിട്ടുന്നു. അതാണ്. അപ്പോൾ അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ. അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ കൃഷ്ണൻ. അത് ആ ഒരു കാര്യത്തെ, ആ ഒരു പ്രിൻസിപ്പിളിനെ നമ്മളെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു ശ്ലോകത്തിലൂടെയും ഭാവാർത്ഥത്തിലൂടെയും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശില പ്രഭുപാദി പറയുന്നുണ്ട്. അപ്പോൾ ഡിവോട്ടീസ് അല്ലെങ്കിൽ ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വീഴ്ചകളും സംഭവിക്കില്ല. പ്രത്യേകിച്ചും നിത്യസിദ്ധരായിട്ടുള്ളവർക്ക് അവർ ഒരിക്കൽ യത് ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ ഭഗവാൻ പറയുന്നുണ്ട്. ഒരിക്കൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. ലീലയുടെ ഭാഗമായിട്ട് വരും എന്നുള്ളതല്ലാതെ വീഴ്ച സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും. അപ്പോൾ ആ കാര്യം നമ്മൾ ഓർക്കണം. പക്ഷേ ഭൗതിക ലോകത്തിൽ നമ്മൾ എവിടെ പോയാലും ആ ബ്രഹ്മഭുവനാലോകെ പുനരാവർത്തനം അർജുന, എവിടെ ബ്രഹ്മലോകം വരെ പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് താഴെ വരേണ്ടി വരും. ഈവൻ ബ്രഹ്മജ്യോതി പോലും സേഫ് അല്ല അത് പറയുമ്പോൾ. കാര്യം അവിടെയും കുറേ കാലം ഇരിക്കാം, പക്ഷേ ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് ശാസ്ത്രങ്ങൾ പറയുന്നു അവിടെ നിന്നും നമുക്ക് ഒരു ഫോൾ ഡൗൺ സംഭവിക്കാം. ചിലപ്പോൾ അവിടെ നിന്ന് നേരെ മുകളിലോട്ടും പോകാം, ചില സമയങ്ങളിൽ ചില സിറ്റുവേഷനുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് റിസ്ക്കിയാണ്. എന്നാൽ പ്രോപ്പറായിട്ട് വൈകുണ്ഠ ഗ്രഹങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീഴ്ചയില്ല, അത് ഉറപ്പാണ്. അതാണ് പറയുന്നത് തത് ധാമ പരമമമ, എൻ്റെ ധാമത്തിലേക്ക് വരുന്നവർക്ക് പിന്നെ വീഴ്ചയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ ഒരു ഉറപ്പ് ഭഗവാൻ തരുന്നുണ്ട്. പിന്നെ ശില പ്രഭുപാദി ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് 3-ാമത്തെ സ്കന്ധത്തിൽ. ജയവിജയൻ്റെ പാസ്റ്റ് ടൈം പറയുന്ന അവിടെ ഒരു പർപ്പോട്ടിൽ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്, ആരും വൈകുണ്ഠ ലോകങ്ങളിൽ നിന്ന് വീഴില്ല എന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പായിട്ടും വീഴില്ല. പക്ഷേ ജയനും വിജയനും ലീലയുടെ ഭാഗമായിട്ട് ഭഗവാന്റെ ആഗ്രഹപ്രകാരം അവർ വന്നു. അവരെന്താണോ ചെയ്യേണ്ടത് ഉണ്ടായിരുന്നത് അത് ചെയ്യുന്നു, അവർ തിരിച്ചു പോകുന്നു. അതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ശില പ്രഭുപാദി ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് 36-ാമത്തെ ശ്ലോകത്തിലെ പർപ്പോട്ടിൽ. അടുത്ത ശ്ലോകം നോക്കാം. തൈച്ചേ പരായ് വ്യോമനാന ചിശക്തി വിലാസ നിർവിശേഷ ജ്യോതിർബിംബ ബാഹിരേ പ്രകാശ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
തൈച്ചേ പരബ്യോമേ നാനാ ചിച്ചക്തി വിലാസ നിർവിശേഷ ജ്യോതിർബിംബ ബാഹിരേ പ്രകാശ. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. അപ്രകാരം പരവ്യോമത്തിലെ ആത്മീയ ശക്തിക്കുള്ളിൽ നാനാവിധങ്ങളായ ലീലകളുണ്ട്. വൈകുണ്ഠ ഗ്രഹങ്ങൾക്ക് പുറത്ത് കാണപ്പെടുന്നത് അവ്യക്തഗത ബ്രഹ്മജ്യോതിയുടെ പ്രതിഫലനമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഇപ്പോൾ ഇവിടെ ബ്രഹ്മജ്യോതിയെ കുറിച്ചാണ് പറയുന്നത്. വൈകുണ്ഠ ഗ്രഹങ്ങളുടെ പുറത്താണത്. വൈകുണ്ഠ ഗ്രഹങ്ങളുടെ പുറത്ത്. എന്നാൽ പരവ്യോമത്തിൽ അവിടെ ഭഗവാന്റെ ധാമത്തിൽ പല പല ലീലകളും നടക്കുന്നു. ഇപ്പോൾ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് പുറത്താണ്. അതും പറയുമ്പോൾ ഭൗതിക ലോകം കഴിഞ്ഞ് വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ഈ ബ്രഹ്മജ്യോതിയുടെ ആ ഒരു പ്രസൻസ് ഉണ്ട്. അവിടെയാണ് ഈ പറയുന്ന സായുജ്യമുക്തി കിട്ടുന്നവർ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ശിശുപാലനും ദന്തവക്ര അങ്ങനെയുള്ള അസുരന്മാർക്ക് പോലും സായുജ്യമുക്തി കിട്ടുന്നുണ്ടെങ്കിൽ ഈ സായുജ്യമുക്തി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മവാദികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അവരും വിഗ്രഹാരാധന ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, നാമവും ജപിക്കുന്നു. പക്ഷെ അവരുടെ ഗോള് മാത്രം വ്യത്യാസമുണ്ട്. അവർ നാമം ജപിക്കുന്നതും വിഗ്രഹാരാധനയും അമ്പലത്തിൽ പോകുന്നു പൂജ ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവർ പറയും ഇതൊക്കെ ബ്രഹ്മജ്യോതിയിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവിടെ പോകുമ്പോൾ നമ്മൾക്ക് കൂട്ടിനാരാണുള്ളത്? ശിശുപാലനും ദന്തവക്രയും അങ്ങനെ കംസനൊക്കെയാണ് ഇരിക്കുന്നത്. സോ നമുക്ക് അവിടെ പോകണോ? വേണ്ട, നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം അതല്ല, അതിന് മുകളിൽ. ഇപ്പോൾ അടുത്ത ശ്ലോകം. നിർവിശേഷ ബ്രഹ്മസേ കേവല ജ്യോതിർമയ സായുജ്യേര അധികാരി താഹ പായലായ. ഹരേ കൃഷ്ണ. നിർവിശേഷ ബ്രഹ്മസേ കേവല ജ്യോതിർമയ സായുജ്യേര അധികാരി താൻഹ പായലായ. വിവർത്തനം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ്. അവ്യക്തിഗത ബ്രഹ്മ തേജസ് ഭഗവാന്റെ തേജോകിരണങ്ങൾ മാത്രമാകുന്നു. സായുജ്യമോക്ഷത്തിന് അർഹരായവർ ആ ജ്യോതിസിൽ ലയിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സായുജ്യമുക്തി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അതിനു വേണ്ടി യോഗ്യത നേടിയിട്ടുള്ളവർ അവർ പോയി ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നു. ആ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വെളിച്ചമാണ്, ജ്യോതിയാണ്. സിദ്ധലോകസ്തു തമസാ പാരേ യത്ര വസന്തി സിദ്ധബ്രഹ്മാസുഖേ മഗ്ന ദൈത്യാശ്ച ഹരിണാ ഹതാഃ. ഹരേ കൃഷ്ണ. സിദ്ധലോകസ്തു തമസാ പാരേ യത്ര വസന്തിഃ സിദ്ധ ബ്രഹ്മസുഖേ മഗ്ന ദൈത്യാശ്ച ഹിരണാ ഹതാഃ. വിവർത്തനം വേണ്ടി ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. തമസിന്റെ മേഖലയ്ക്ക് ഭൗതിക വിശ്വാവിഷ്കാരത്തിന് അപ്പുറം സിദ്ധലോകം സ്ഥിതി ചെയ്യുന്നു. സിദ്ധന്മാർ അവിടെ ബ്രഹ്മനിവൃത്തിയിൽ മഗ്നരായി വസിക്കുന്നു. ഭഗവാനാൽ വധിക്കപ്പെട്ട അസുരന്മാർ പോലും അതേ മേഖല പ്രാപിക്കുന്നു. തമസ് എന്നാൽ അന്ധകാരം എന്നാണ് അർത്ഥം. ഭൗതിക ലോകം അന്ധകാരമാണ്, അതിന് അപ്പുറത്താണ് പ്രകാശം. അതായത് ഭൗതിക മേഖല മുഴുവൻ കടന്നു കഴിഞ്ഞാൽ ഒരുവന് ആധ്യാത്മിക ആകാശത്തിലേക്ക് വരാം. അവിടത്തെ അവ്യക്തിഗത തേജസ്സിന്റെ അന്തരീക്ഷം സിദ്ധലോകമെന്ന് അറിയപ്പെടുന്നു. ഭഗവാനിൽ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്ന മായാവാദി തത്വജ്ഞാനികളും കൃഷ്ണനാൽ വധിക്കപ്പെട്ട കംസനെയും ശിശുപാലനെയും പോലുള്ള ആസുരീയ വ്യക്തികളും ആ ബ്രഹ്മജ്യോതിയിൽ പ്രവേശിക്കുന്നു. പതഞ്ജലിയുടെ യോഗ സമ്പ്രദായം അനുസരിച്ച് ധ്യാനത്തിലൂടെ ഭഗവാനുമായി ഏകത്വം നേടുന്ന യോഗികളും ആ സിദ്ധലോകത്തിൽ എത്തിച്ചേരുന്നു. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നുള്ള ശ്ലോകമാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നുള്ളൊരു റെഫറൻസ് ആണ് ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കൂ, അദ്ദേഹം എവിടെ നിന്നൊക്കെയാണ് റെഫർ ചെയ്യുന്നത്. ഇവിടെ സിദ്ധലോകം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുന്ന സായുജ്യമുക്തി നേടുന്നവരുടെ സ്ഥലമാണ്. അപ്പം അവിടെ ആരൊക്കെയാണുള്ളത്? ഇതേപോലെ ഒരുപാട് അതായത് ബ്രഹ്മവാദികളുണ്ടാവും, മായാവാദികളുണ്ടാവും ചിലപ്പോൾ. അതേപോലെ കൃഷ്ണൻ്റെ കൈകൾ കൊണ്ട് മരിച്ചിട്ടുള്ള കംസൻ, ശിശുപാലൻ പോലുള്ള അവരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മജ്യോതി അല്ലെങ്കിൽ സിദ്ധലോകം. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഒരു പൊസിഷൻ പോലും ചെറിയൊരു പൊസിഷനല്ല. കാര്യം
ഭൗതിക ലോകത്തിൻ്റെ പുറത്താണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൗതിക ലോകത്തിലെ എന്ത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണെങ്കിലും അതിൻ്റെ കോടി 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 കണക്ക് ആനന്ദം കൂടുതലാണ് ബ്രഹ്മജ്യോതിയിലിരിക്കുന്നവർക്ക്. അതിനെ ബ്രഹ്മാനന്ദം എന്ന് പറയും. അതേ അവിടെ ഇരിക്കുന്ന ആളുകളുടെ ആ ഒരു ആനന്ദത്തെക്കാൾ എത്രയോ കോടി അൺലിമിറ്റഡ് കൂടുതലാണ് പേഴ്സണലി ഭഗവാനെ സെർവ് ചെയ്യുന്നവർ. അത് വൈകുണ്ഠത്തിലാവട്ടെ ഗോലോകത്തിലാവട്ടെ എവിടെയാണെങ്കിലും ആ ആനന്ദം ആണ് ഏറ്റവും വലിയ ആനന്ദം ശരിക്കും. അപ്പോൾ ഇവിടെ ഭൗതിക ലോകത്തിലെ ഒന്നും ഏറ്റവും വലിയ ആനന്ദം എന്താണോ അത് ഈവൻ ദേവന്മാരെ അനുഭവിക്കുന്ന അവർ ഏറ്റവും വലിയ ആനന്ദം ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ ആനന്ദം എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അത് എത്ര പ്രാവശ്യം നമ്മൾ ഗുണിച്ചാലും നമുക്ക് അത്രയോ കൂടുതലാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നതേ. അപ്പോൾ അവിടുന്ന് പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരിക ചെയ്യാം. സോ തീർച്ചയായിട്ടും അതീന്ദ്രിയ ലോകത്തിലെ ഒരു ഭാഗം തന്നെയാണ് ബ്രഹ്മജ്യോതി. കാരണം ബ്രഹ്മജ്യോതിയിലേക്ക് എത്തുക എന്ന് പറയുന്നതും സാധാരണ എളുപ്പമല്ല, എളുപ്പമേ അല്ല. ആർക്കും അങ്ങനെ അവിടെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല. നമുക്കറിയാം സ്വർഗലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ തന്നെ, ഭൗതിക ലോകത്തിലെ കാര്യം പറയുന്നു, സ്വർഗലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്കതിൻ്റേതായിട്ടുള്ള പുണ്യത്തിൻ്റെ ക്രെഡിറ്റ്സ് വേണം അല്ലേ? പുണ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടേക്ക് പോകാനുള്ള, സ്വർഗങ്ങളിലേക്ക് പോകാനുള്ള അവസരം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു അവസരം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അല്ല, എളുപ്പമുള്ള കാര്യമല്ല. നമ്മളൊക്കെ അത്രയും പുണ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മർത്യലോകത്തിലിരിക്കുന്നത് എപ്പോഴും. അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻ അല്ല തരുന്നത്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ദേവന്മാരിരിക്കുന്ന സ്ഥലം പോലും നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലുതാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ തപലോകം, മഹർലോകം, ബ്രഹ്മലോകം എന്നൊക്കെ പറയുമ്പോൾ ഓരോ മുകളിലോട്ട് പോകും തോറും ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഭൗതിക ലോകം കഴിഞ്ഞ് പിന്നെയാണ് വരുന്നത് ബ്രഹ്മജ്യോതി. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു പൊസിഷൻ, വലിയൊരു സ്ഥാനം തന്നെയാണ്. പക്ഷെ ഭക്തരെ സംബന്ധിച്ച് നമുക്ക് അവിടെ പോകേണ്ട കാര്യം, നമുക്ക് പേഴ്സണൽ അസോസിയേഷനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് വേണ്ടത്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പരമമായിട്ടുള്ള സത്യം. അവിടേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബ്രഹ്മജ്യോതിയിൽ പോയി കുറേ കാലം ഇരുന്ന് ബോറടിക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, 40. സൈ പര വ്യോമേ നാരായണേരാചാരി പാശേ ദ്വാരക ചതുർവ്യൂഹേര ദ്വിതീയ പ്രകാശേ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. സൈ പര വ്യോമേ നാരായണേരാചാരി പാശേ ദ്വാരക ചതുർവ്യൂഹേര ദ്വിതീയ പ്രകാശേ. വിവർത്തനമായിട്ട് ഭാവാർത്ഥം ബൈ ശില പ്രഭുപാദ് കി ജയ്. ആ ആധ്യാത്മിക ആകാശത്തിൽ നാരായണന്റെ 4 വശത്തും ദ്വാരകയുടെ ചതുർവ്യൂഹ വിസ്തരണങ്ങളുടെ രണ്ടാമത്തെ വിസ്തരണങ്ങളാണ്. ഭാവാർത്ഥം: കൃഷ്ണന്റെ ധാമമായ ദ്വാരകയിലെ ചതുർവ്യൂഹങ്ങളുടെ രണ്ടാമത്തെ വിസ്തരണങ്ങൾ പരവ്യോമത്തിലുണ്ട്. ത്രിഗുണാതീതവും ആത്മീയവുമായ ഈ രൂപങ്ങളിൽ ശ്രീ ബലദേവൻ മഹാസംഘർഷനായിട്ടാണ് പ്രതിനിധാനം ചെയ്യപ്പെടുന്നത്. ആധ്യാത്മിക ആകാശത്തിലെ പ്രവർത്തികൾ പരിശുദ്ധമായ ആധ്യാത്മിക അസ്തിത്വത്തിലുള്ള അന്തരംഗ ശക്തിയാലാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. അവ 6 അതീന്ദ്രിയ ഐശ്വര്യങ്ങളായി വിസ്തരിക്കുന്നു. അവയെല്ലാം ജീവസത്തകളുടെ ആത്യന്തിക സംഭരണിയും ലക്ഷ്യവുമായ മഹാസംഘർഷന്റെ ആവിഷ്കരണങ്ങളാണ്. ജീവസത്തകളെന്ന് അറിയപ്പെടുന്ന ആത്മീയ സ്ഫുലിംഗങ്ങൾ ജീവശക്തി എന്ന് അറിയപ്പെടുന്ന തടസ്ഥ ശക്തിയുടേതാണെങ്കിലും അവ ഭൗതിക ശക്തിയുടെ അവസ്ഥകൾക്ക് വിഷയീഭവിക്കുന്നു. ഈ സ്ഫുലിംഗങ്ങൾ ഭഗവാന്റെ ആന്തരിക ബാഹ്യശക്തികളോട് ബന്ധപ്പെട്ടവ ആയതിനാലാണ് ഇവയെ തടസ്ഥ ശക്തിയിൽപ്പെടുത്തിയിരിക്കുന്നത്. വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന് അറിയപ്പെടുന്ന ഭഗവാന്റെ ചതുർവ്യൂഹങ്ങളെ പരിഗണിക്കുമ്പോൾ ശ്രീപാദ ശങ്കരാചാര്യരുടെ നേതൃത്വത്തിലുള്ള അവ്യക്തിഗതവാദികൾ വേദാന്ത സൂത്രവാക്യങ്ങളെ അവരുടെ അവ്യക്തിഗത ചിന്താസരണിക്ക് ഉതകും വിധം വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അത്തരം സൂത്രവാക്യങ്ങളുടെ നൈസർഗികമായ അർത്ഥം ലഭ്യമാക്കുന്നതിന് വൃന്ദാവനത്തിലെ 6 ഗോസ്വാമികളുടെ നേതാവായ ശ്രീ രൂപ ഗോസ്വാമി വേദാന്ത സൂത്രവാക്യങ്ങൾക്കുള്ള സ്വാഭാവിക വ്യാഖ്യാനമായ തങ്ങളുടെ ലഘുഭാഗവതാമൃതത്തിൽ ഉചിതമായ മറുപടി നൽകിയിട്ടുണ്ട്. ശ്രീ രൂപ ഗോസ്വാമി ലഘുഭാഗവതാമൃതത്തിൽ
ആധ്യാത്മിക ആകാശത്തിൽ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്നിവയ്ക്ക് തത്തുല്യമായ 4 ദിക്കുകളുണ്ടെന്നും അവയിൽ വാസുദേവനും സംഘർഷനും പ്രദ്യുമ്നനും അനിരുദ്ധനും സ്ഥിതി ചെയ്യുന്നുവെന്നും പത്മപുരാണത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുന്നു. അതേ രൂപങ്ങൾ ഭൗതിക ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആധ്യാത്മിക ആകാശത്തിൽ വാസുദേവൻ വസിക്കുന്ന വേദവതിപുരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പത്മപുരാണത്തിൽ വിവരിക്കുന്നു. സത്യലോകത്തിന് മുകളിലുള്ള വിഷ്ണുലോകത്തിൽ സംഘർഷണൻ വസിക്കുന്നു. മഹാസംഘർഷണൻ എന്നത് സംഘർഷണന്റെ മറ്റൊരു നാമമാണ്. പ്രദ്യുപ്നൻ ദ്വാരകാപുരിയിൽ നിവസിക്കുന്നു. അനിരുദ്ധൻ ക്ഷീരസാഗരത്തിലെ ശ്വേതദ്വീപിൽ അനന്തശയ്യ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ശേഷന്റെ ശാശ്വതമായ ശയ്യയിൽ ശയിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സോ ഇവിടെ എക്സ്പാൻഷൻസിനെ കുറിച്ച് പറയുന്നു. ചതുർവ്യൂഹത്തിൻ്റെ എക്സ്പാൻഷൻസിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ദ്വാരക എവിടെയാണ് വരുന്നത്? ആധ്യാത്മിക ലോകത്തിലെ ഗോലോക വൃന്ദാവനത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് അല്ലേ വരുന്നു. കാര്യം കൃഷ്ണനുള്ള സ്ഥലമാണ്. കൃഷ്ണനുള്ള സ്ഥലവും വിഷ്ണുവിനുള്ള സ്ഥലവും വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതവണ. അപ്പോൾ ആദ്യത്തെ സെറ്റ് ചതുർവ്യൂഹം വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഗോലോക വൃന്ദാവനത്തിലാണ് എന്നുള്ളത്. രണ്ടാമത്തെ സെറ്റ് ചതുർവ്യൂഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, മഹാസംഘർഷനെക്കുറിച്ചും ഒക്കെ. അവിടെ നിന്നാണ് പിന്നെ എക്സ്പാൻഷൻ വരുന്ന പുരുഷാവതാരങ്ങൾ. അപ്പോൾ ഈ സെക്കൻഡ് സെറ്റ് ഓഫ് ചതുർവ്യൂഹം വരുന്നത് ഫസ്റ്റ് സെറ്റ് ഓഫ് ചതുർവ്യൂഹത്തിൻ്റെ എക്സ്പാൻഷൻസ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ആക്ച്വലി ദ്വാരകാപുരിയിൽ ഉള്ളത്, ദ്വാരകാപുരി ഇരിക്കുന്നത് ഗോലോക വൃന്ദാവനത്തിൻ്റെ അല്ലെങ്കിൽ വൈകുണ്ഠ ലോകങ്ങളുടെ മുകളിലായിട്ട് ആണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. സോ ആ ഫസ്റ്റ് സെറ്റ് ഓഫ് ചതുർവ്യൂഹം വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധൻ അവരുടെ അടുത്ത എക്സ്പാൻഷനാണ്. ആക്ച്വലി അവർ തന്നെയാണ് ഇതിനെ സെക്കൻഡ് പ്രാവശ്യം വരുന്നത്. ഭഗവാൻ നാരായണൻ കഴിഞ്ഞിട്ട് വരുന്ന 4 പേര്. അവിടെ ഉള്ള സംഘർഷനാണ് മഹാസംഘർഷണൻ അല്ലേ. ആ മഹാസംഘർഷനിൽ നിന്നാണ് പിന്നെ എക്സ്പാൻഷൻ വന്നിട്ട് പുരുഷാവതാരങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ആണ് ഇവിടെ പറയുന്നത് ആക്ച്വലി. പിന്നെ ലഘു ഭാഗവതാമൃതത്തിൽ ശ്രീല രൂപഗോസ്വാമി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഈ ചതുർവ്യൂഹങ്ങൾക്ക് 4 ഡയറക്ഷനിലായിട്ടാണ് കാണിക്കുന്നത്. അത് ഒരു മിനിറ്റ്, ഞാൻ ആ ചാർട്ട് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ കണ്ടാൽ മനസ്സിലാവും. ഞാനത് നോക്കിയിട്ട് കാണിക്കാം. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് 4 ഡയറക്ഷനിൽ ഈ എക്സ്പാൻഷൻസ് ഇരിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ കൃഷ്ണ ഗോലോക ചാർട്ട് കാണുന്നുണ്ട്. യെസ്, കിട്ടി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം. ഇതല്ല ഞാൻ നോക്കുന്നത്.
ഓക്കെ, ഞാൻ കാണിക്കാം. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാം ഹരേ രാം. ഓക്കെ, പക്ഷേ ഇത് ആക്ച്വലി ചൈതന്യ ചരിതാമൃതത്തിലെ എക്സ്പ്ലനേഷൻ ബേസിക്കലി നമ്മളിപ്പോൾ പഠിക്കുന്ന ചാപ്റ്ററും അതേപോലെ വേറെ സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഈ ഒരു എക്സ്പാൻഷനെ കുറിച്ച്. സോ ഇവിടെ കാണുമ്പോൾ, ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഫസ്റ്റ് ഭാഗം ഗോലോക വൃന്ദാവനം, ഗോകുല, മഥുര. ഇവിടെ നമുക്ക് കാണാം, നോക്കൂ, ഇതെല്ലാം ഗോലോകത്തിൽ വരുന്നതാണ് ആദ്യത്തെ ഭാഗം. സോ ഇവിടെയാണ് കൃഷ്ണൻ്റെ ബലരാമൻ കഴിഞ്ഞിട്ടുള്ള വിസ്തരണം വരുന്ന ചതുർവ്യൂഹം 1, 2, 3, 4 വാസുദേവ, നിരുദ്ധ, പ്രദ്യുമ്ന, സംഘർഷണ, ഫസ്റ്റ് സെറ്റ് ഓഫ് ചതുർവ്യൂഹം. നോക്കൂ, അപ്പോൾ അവരെവിടെയാണ് ഇരിക്കുന്നത്? മഥുര, ദ്വാരക, ഈ ഒരു റെൽമിലാണ് അവരിയ്ക്കുന്നത്. ഇത് ആദ്യത്തെ എക്സ്പാൻഷൻ. അതിനുശേഷം ഭഗവാൻ നാരായണന് ശേഷം പിന്നെ വരുന്ന എക്സ്പാൻഷനുണ്ട്. അവിടെ കാണാം വീണ്ടും രണ്ടാമത്തെ സെറ്റ് ഓഫ് ചതുർവ്യൂഹം. അപ്പോൾ അവരിയ്ക്കുന്നത് വൈകുണ്ഠ ലോകത്തിൻ്റെ റെൽമിലാണ്. പക്ഷേ ഓക്കെ, അവിടെ നിന്നാണ് പിന്നെ പുരുഷാവതാരങ്ങൾ വരുന്നത് ബേസിക്കലി. സോ ഇവർ 4 പേരെയും കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചത് ആക്ച്വലി. കാര്യം ആ മഹാസംഘർഷനാണ്. സംഘർഷനിൽ നിന്ന് എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടുത്തെ സെറ്റ് ഓഫ് ചതുർവ്യൂഹത്തിൻ്റെ സെക്കൻഡ് എക്സ്പാൻഷനാണ് ഈ 4 പേര്. അതാണ് പറയുന്നത്. ദ്വാരക എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആക്ച്വലി ആദ്യത്തെ സെറ്റ് ഓഫ് ചതുർവ്യൂഹത്തിൻ്റെ എക്സ്പാൻഷനാണ് രണ്ടാമത്തെ സെറ്റ് ഓഫ് ചതുർവ്യൂഹം. അവിടെ നിന്നാണ് വരുന്നത് ഇവർ പുരുഷാവതാരങ്ങൾ വരുന്നത് എന്നുള്ളത്. പിന്നെ ഡയറക്ഷൻ്റെ കാര്യം വേറൊരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞാനതാണ് നോക്കുന്നത്. ഗോലോക ഫുൾ ചാർട്ടാണത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ജയന് വിജയൻ്റെ പൊസിഷൻ നോക്കൂ. ജയൻ വിജയൻ ഇവരുടെ സ്ഥിരമായിട്ടുള്ള പൊസിഷനാണ്, പെർമനൻ്റ് പോസ്റ്റാണ്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ഒരു വീഴ്ച സംഭവിക്കില്ല അവിടെ നിന്ന്. ഇത് നാരായണൻ ഇരിക്കുന്നു. ഇത് മുഴുവനും വൈകുണ്ഠ ലോകമാണ്. ഇവിടെ വൈകുണ്ഠ ലോകത്തിൽ കാണാൻ നമുക്ക് ഭഗവാൻ ഇരിക്കുന്നു, നാരായണനും ലക്ഷ്മി ദേവിയും. അതേപോലെ തന്നെ ഒരുപാട് വൈകുണ്ഠ ലോകങ്ങൾ സൈഡിൽ കാണാം. ഇതൊക്കെ വൈകുണ്ഠ ലോകങ്ങളാണ് ആക്ച്വലി. ഇതെല്ലാം വൈകുണ്ഠ ലോകങ്ങളാണ്. ഓ കൃഷ്ണ, എല്ലാം വൈകുണ്ഠ ലോകങ്ങളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലോകങ്ങൾ കാണാം. ഇതൊക്കെ ആക്ച്വലി ത്രിവിക്രമൻ, പത്മനാഭൻ, അങ്ങനെ പല പല എക്സ്പാൻഷൻസ് ഉണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ. ഇതെല്ലാം വിഷ്ണുവിൻ്റെ എക്സ്പാൻഷൻസ് ആണ്. അപ്പോൾ ഇത് നോക്കൂ, ഇവിടെ ഓരോ ഡയറക്ഷനിലും ഓരോ ആളുകളെ കാണിക്കുന്നു. വാമന, കുമുദാക്ഷ, ഇതൊക്കെ എക്സ്പാൻഷൻസും. പിന്നെ കുറേ പേര് ഭഗവാന്റെ സെർവൻസ് ആണ്. അവർ ആ ഒരു ഭാഗത്ത് സേവനം ചെയ്യുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ വേദങ്ങളെ 4 വേദങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അഥർവവേദം, സാമവേദം 4 ഡയറക്ഷനിൽ കാണാം. ഋഗ്വേദം, യജുർവേദം. അതേപോലെ ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്ത് പറയുന്നു, ലഘുഭാഗവതാമൃതത്തിൽ പറയുന്ന കാര്യമാണ് ഇതാണ് ഭൗതിക ലോകം ആക്ച്വലി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. സദാശിവലോകമാണ്. സദാശിവലോകം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൻ്റെ ഇന്നും പുറത്താണ് ആക്ച്വലി. ബ്രഹ്മജ്യോതി കാണാം നമുക്കിവിടെ. ബ്രഹ്മജ്യോതി ഒക്കെ ഇവിടെ ബ്രഹ്മജ്യോതി ഉണ്ട്. അതിന് മുകളിലാണ് വൈകുണ്ഠ ലോകം വരുന്നത്.
ആ ലോകത്തിൻ്റെ മുകളിലാണ് അയോധ്യ മുകളിൽ ദ്വാരക, ജഗന്നാഥ്പുരി, മഥുര എന്ന് പറയുന്ന ലോകങ്ങളുമുണ്ട്. ഫൈനലി ഗോലോക വൃന്ദാവനം ഏറ്റവും മുകളിൽ. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണു മൂർത്തികളിരിക്കുന്നത് എവിടെയാണ്? എന്തോ ഇതാണ് മഹാവിഷ്ണു, കാരണോദക സായി വിഷ്ണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ് ബ്രഹ്മാണ്ടങ്ങൾ കാണാം. അപ്പോൾ ശംഭു മഹാദേവനാണ്, മായാദേവിയും കാണാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്ലാൻസ് കൊണ്ടുപോകുന്നത് ആരാണ്? ശംഭു മഹാദേവനാണ്. മായാദേവി എന്ന് പറഞ്ഞ പ്രകൃതി. അങ്ങനെയാണ് പിന്നെ ഭൗതിക ലോകത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതാണ് മഹത്വത്വം. ഇവിടെയാണ് ഭഗവാന്റെ ആ ഒരു ദൃഷ്ടി പതിയുന്നതും. ഈ എല്ലാ 24 മൂലകങ്ങളും ബാക്കിയുള്ള മൂലകങ്ങളെല്ലാം അവിടെയാണ് ആക്ടിവേറ്റ് ആവുന്നത്. അതിനുശേഷമാണ് പിന്നെ പ്രോപ്പറായിട്ട് ഓരോ ജീവാത്മാക്കളെ, അല്ലെങ്കിൽ ജീവാത്മാവ് ഉദ്ദേശിക്കുന്ന ഓരോ ശരീരങ്ങൾ കൊടുത്ത് ഓരോ ലിവിങ് എൻറ്റിറ്റീസിന് കർമ്മം അനുസരിച്ചിട്ട് അവർക്ക് ബോഡി കിട്ടുന്നതും ഒക്കെ. പിന്നെ അവരെ ഓരോ ലോകങ്ങളിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു ബ്രഹ്മാണ്ടത്തിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കാണിക്കുന്നത്, ഇവിടെ കാണിക്കുന്ന നോക്കൂ, ഇത് ഭൗതിക ലോകത്തിലെ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിക്കുന്നത്. ഇതൊരു ബ്രഹ്മാണ്ടമാണ്. ഇതുപോലെ കുറേ ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അനേക കോടി അല്ലേ. ഈ ബ്രഹ്മാണ്ടത്തിൽ നോക്കൂ 14 ലോകങ്ങൾ കാണാം. ഏറ്റവും മുകളിലാണ് ബ്രഹ്മാവിരിക്കുന്നത്, സത്യലോകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചത് എന്താണ്? ചതുർവ്യൂഹം. ആധ്യാത്മിക ലോകത്തിലെ ചതുർവ്യൂഹത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഭൗതിക ലോകത്തിൽ അതിൻ്റെ എക്സ്പാൻഷൻ വരണമെന്ന് വായിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ വായിച്ചു. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കൂ. ഇത് പഞ്ചഭൂതങ്ങളും പിന്നെ സൂക്ഷ്മ ശരീരത്തിൻ്റെ എലമെൻസ് ആണ് ഇവിടെ. അത് ഒരു കവറിങ് ആയിട്ടാണ് ആക്ച്വലി ഉള്ളത്. ആദ്യം ഉള്ള കവറിങ് ആണ് എർത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമി, അപ്പോ, അനലോ, വായു, ഖം, 5 ലെയർ. അതിനുശേഷം ഓരോ ലെയറും 10 ടൈംസ് കൂടുതലാണ് ആക്ച്വലി ആസ് പെർ ശാസ്ത്രം. ഇപ്പോൾ നമ്മൾ ഭൗതിക ലോകം താണ്ടി ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആക്ച്വലി ഈ ലെയേഴ്സ് എല്ലാം ക്രോസ് ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം നമ്മൾ ഭൗതിക ശരീരം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഈ പറയുന്ന 8 മൂലകങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഉണ്ട്. ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അതുണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലൂടെ പ്രവേശിക്കുമ്പോൾ എർത്ത് ഭാഗം, ഭൂമി എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് നമ്മളിവിടെ ഉപേക്ഷിക്കും. അതിനുശേഷം അപ്പോൾ വെള്ളം, അനലോ, വായു, ഖം. അപ്പോൾ ഈ ഇതോടുകൂടി ഇവിടെ എത്തുന്നതോടുകൂടി പഞ്ചഭൂതങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ശരീരത്തിൽ നിന്ന്. പിന്നെ വരുന്ന ആകെയുള്ളത് എന്താണ്? ഇതിൻ്റെ മിഥ്യാഹങ്കാരം. അവിടെയാണ് ഏറ്റവും അവസാനമാണ് മിഥ്യാഹങ്കാരം. അപ്പോൾ ഇതോടുകൂടി മനസ്സും മറ്റുള്ളതെല്ലാം ഇതോടുകൂടി പോവും. ഇവിടെ ഈ ഒരു മിഥ്യാഹങ്കാരത്തിൻ്റെ ലെയറിലെത്തുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള മനസ്സും ബുദ്ധിയും മിഥ്യാഹങ്കാരവും എല്ലാം നശിക്കുന്നു. എല്ലാം നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഈ വിരജ നദി അല്ലെങ്കിൽ കാരണസാഗരം അത് ക്രോസ് ചെയ്ത് നമ്മൾ മുകളിലോട്ട് പോകുന്നു. അങ്ങനെ ബ്രഹ്മജ്യോതിയിലേക്ക് പോകുന്നവർ, ലയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടേക്ക് കറങ്ങി നിൽക്കും. അവരിവിടെയായിരിക്കും അവരുടെ സ്ഥലം. ഇനി ശിവലോകത്തിലേക്ക് പോകുന്നവർ സദാശിവൻ്റെ അടുത്തേക്ക് പോകും. അതും നല്ലൊരു പൊസിഷനാണ്, സംശയമില്ല കാര്യം. ഭൗതിക ലോകത്തിലെ ഒന്നും അവിടെ ബാധിക്കുന്നില്ല. അത് ശാശ്വതമായിട്ടുള്ള സ്ഥലമാണ്. അതിനുശേഷം ഈ സദാശിവ ലോകത്തിലാണ് ചതുർഭുജമൂർത്തിയിൽ ഭഗവാൻ ശിവൻ ഇരിക്കുന്നത്, വിഷ്ണുവിനെ പോലെ. പിന്നെ ഇവിടെ ബ്രഹ്മജ്യോതി കഴിഞ്ഞ് പിന്നെ കാണുന്നതാണ് നമ്മൾ വൈകുണ്ഠ ലോകങ്ങൾ. വൈകുണ്ഠം, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കാണിച്ചു ഗോലോകം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇത് കാണിച്ചു എന്ന് വെച്ചാൽ, നേരത്തെ വായിച്ച കാര്യം അനിരുദ്ധൻ, സംഘർഷൻ, വാസുദേവൻ്റെ എക്സ്പാൻഷൻ ഭൗതിക ലോകത്തിലെ കാര്യം പറഞ്ഞു. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളത് 5ാമത്തെ കാൻഡോ ഭാഗവത്തിലും പഠിക്കുന്നുണ്ട്. ചില ലോകങ്ങൾ ഇവിടെ നമ്മുടെ ഭൗതിക ലോകത്തിലെ പല പ്ലാനറ്റുകളിലും ചില സ്ഥലങ്ങളിൽ
ചിലപ്പോൾ അവിടുത്തെ അധിഷ്ഠാത്രി ദേവൻ അനിരുദ്ധനായിരിക്കും, ചില സ്ഥലങ്ങളിൽ സംഘർഷനാണ്, ചില സ്ഥലങ്ങളിൽ വാസുദേവനാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പാൻഷൻ കൂടി ഉണ്ട് ആക്ച്വലി ഇവിടെ ഭൗതിക ലോകത്തിൽ. ഇവിടെ നോക്കുവാണെങ്കിൽ വരാഹദേവനാണ് ഇവിടുത്തെ അധിഷ്ഠാത്രി ദേവൻ, മത്സ്യദേവനാണ് വെള്ളത്തിലെ, സൂര്യനാരായണനാണ് ഇവിടെ ഫയർ എലമെൻറ്റിൻ്റെ വരുന്നത്. അതേപോലെ എയറിൽ വരുന്ന പ്രദ്യുമ്നൻ, പിന്നെ സ്കൈ അല്ലെങ്കിൽ ഖമ്മിൽ വരുന്നത് അനിരുദ്ധൻ, സംഘർഷൻ വരുന്നു എവിടെ, മിഥ്യാഹങ്കാരത്തിൻ്റെ അവിടെ, മഹത്തത്വ എന്ന് പറയുന്ന അവിടുത്തെ ദേവൻ അധിഷ്ഠാത്രി ദേവനാണ് വാസുദേവൻ. അങ്ങനെ അപ്പോൾ ഇവരാണ് ഈ 4 പേരെ ചതുർവ്യൂഹം ഇവിടെ പറഞ്ഞിട്ടുള്ള ഭൗതിക ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് 4 ഡയറക്ഷനിലുണ്ടെന്നൊക്കെ പറയുന്ന എക്സ്പ്ലനേഷൻ ഇവിടെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ലെയർ ഇവിടെയാണ്, ഈ പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയൊക്കെ ഇതൊക്കെ താണ്ടിയിട്ട് വേണം നമുക്ക് പോകാൻ ആക്ച്വലി. സോ ഇതാണ് ഇവിടുത്തെ എക്സ്പ്ലനേഷൻ ബേസിക്കലി. സോ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ബ്രഹ്മലോകത്തു നിന്ന് ഡയറക്റ്റ്ലി ഇതവിടെ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ഭക്തി ലതാ ബീജമാണ് ഇവിടെ, ഭക്തി ലതയാണ് കാണിക്കുന്നത്. ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ച് നേരെ നമ്മൾ ക്രോസ് ചെയ്ത് ഇവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് അവസാനിക്കുന്ന എവിടെയാണ് നോക്കൂ, ഇവിടുന്ന് ക്രോസ് ചെയ്ത് ചിലവർ നാരായണൻ്റെ അടുത്തേക്ക് പോകുന്നു, ചിലവർ ഇതാ അവസാനിക്കുന്നില്ല, അതിങ്ങനെ പോകുന്നുണ്ട്, വീണ്ടും പോകുന്നു, പോയി ഇവിടേക്ക് എത്തി. ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി അവസാനം എന്താ രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെയാണ് സഖിമാരും മറ്റുള്ളവരൊക്കെ ഉള്ളത്. സോ ഇനിയും എക്സ്പ്ലനേഷൻസ് പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓരോ ഭാഗത്ത് ഇതിനെക്കുറിച്ച് നോക്കാം, അത് വരുന്ന സമയത്ത് ആക്ച്വലി. ഓക്കെ, സോ അതാണ് പറയുന്നത്. വാസുദേവ, സംഘർഷണ, അനിരുദ്ധ, പ്രദ്യുമ്ന അവരുടെ ആധ്യാത്മിക ലോകത്തിലെ ആ ഒരു പൊസിഷനും പറഞ്ഞു. പിന്നെയുള്ള എക്സ്പാൻഷൻ, ഇവിടെയുള്ള എക്സ്പാൻഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. വിഷ്ണു ലോകത്തിലും ഉണ്ട് അവർ തന്നെ. ഇവിടെ ഭൗതിക ലോകത്തിലെ എക്സ്പാൻഷൻസിനെ കുറിച്ച് ഇപ്പോൾ ഭഗവാൻ ഒരുപാട് എക്സ്പാൻഷൻസ് ഉണ്ട് ശരിക്കും, ഒരുപാട് എക്സ്പാൻഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്. സോ ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏത് സ്ഥലം ആയിക്കോട്ടെ, ഇപ്പോൾ ഏത് സ്ഥലം നമ്മൾ പറയുന്നു, സൂര്യൻ്റെ പുറകിൽ സൂര്യദേവനുണ്ട്, ചന്ദ്രൻ്റെ പുറകിൽ ചന്ദ്രദേവനുണ്ട്. അതേപോലെ എന്ത് എടുക്കുവാണെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു പേഴ്സൺ ഉണ്ടാവും, ഒരു വ്യക്തി ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു വ്യക്തിയും ഉണ്ടാവും, അവിടുത്തെ ഒരു ഉപാസന മൂർത്തിയും ഉണ്ടാവും. നമ്മളത് 5th കാൻഡോയിൽ, 5ാമത്തെ കാൻഡോയിൽ കോസ്മോളജി പഠിക്കുമ്പോൾ അവിടെ കാണാം ഓരോ ഗ്രഹങ്ങളിൽ, ഓരോ പ്ലാനറ്റുകളെ കുറിച്ച് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ഓരോ പ്ലാനറ്റിലും ഓരോ ദേവന്മാരുടെ ആരാധനയാണ്. ദേവൻ ഉദ്ദേശിക്കുന്ന ഓരോ വിഷ്ണുമൂർത്തികളെയാണ് അവിടെ ആരാധിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ സംഘർഷനെ ആരാധിക്കുന്നു, ചില പ്ലാനറ്റ്സിൽ അനിരുദ്ധരാണ് അവിടുത്തെ മെയിൻ ആള്. അപ്പോൾ നമ്മൾ പറയും സൂത്രള ലോകത്തിൽ വാമനദേവനാണെന്ന് പറയും. അതേപോലെ ഓരോ സ്ഥലത്തും ഓരോ പ്ലാനറ്റ്സിലും ഓരോ ദേവന്മാരുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ എക്സ്പാൻഷൻസ് ഉണ്ട്. അപ്പോൾ അവരെയാണ് ആരാധിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആക്ച്വലി ഇവിടെ അങ്ങനെ ഒരാളായിട്ടല്ല നമ്മൾ പറയുന്നത്, ഭഗവാൻ കൃഷ്ണനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, വിഷ്ണുവിനെ. സോ ഇവിടെ വ്യത്യാസമുണ്ട്. നമ്മളിരിക്കുന്ന ഭൂമണ്ഡലത്തിലെ കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളിൽ അതനുസരിച്ചിട്ട് കാണും. നമ്മളെന്തായാലും 5ാമത്തെ സ്കന്ധം പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇതൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ട് എന്താണ് ശില പ്രഭുപാദി പറയുന്നത് എന്നുള്ളത്, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വാസുദേവ സംഘർഷം, അപ്പോൾ 2ാമത്തെ എക്സ്പാൻഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് വലിയ ഭാവാർത്ഥമാണ്. പതുക്കെ വായിച്ചു പോകാനേ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഒരു ക്ലാസ്സിൽ വായിച്ചു തീരുവില്ല. സോ നമ്മൾ ഓരോന്നായിട്ട് ഓരോ ദിവസം ഓരോ ക്ലാസ്
ഓരോ ക്ലാസ്സിൽ കുറച്ച് കുറച്ചായിട്ട് കവർ ചെയ്യേണ്ടി വരും. കാര്യം ഒരുപാട് വലിയ പർപ്പോട്ടാണ്. എത്ര പേജ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 4-5 പേജ് ഉണ്ടാവും മിനിമം, അല്ലേ? 10 pages. 10 പേജ് ഉണ്ട്. സോ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. ബട്ട് കുഴപ്പമില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാതിൽ നിന്ന് ആക്ച്വലി ഈ ചാർട്ടും വെച്ച് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ സമയമെടുക്കും. കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നണ്ട ഇതൊക്കെ. കാര്യം ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതായത് ഫിലോസഫി ഇല്ലെങ്കിൽ ലീലകൾ നമ്മുടെ ഉള്ളിലേക്ക് ശരിക്കും കയറില്ല. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എല്ലാം ഓർത്ത് കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല. പറ്റുന്നത് ഓർക്കുക. അറ്റ്ലീസ്റ്റ് ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹൈറാർക്കി മനസ്സിലാക്കി വെക്കുക, തത്വം മനസ്സിലാക്കി വെക്കുക. കാര്യം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തത്വമില്ലെങ്കിൽ ലീലകൾക്ക് പ്രസക്തിയില്ല. അപ്പോൾ അത്യാവശ്യമാണ് തത്വങ്ങൾ അറിയാന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നതാണെന്ന് വിചാരിക്കും ലീലകൾ കേൾക്കുമ്പോൾ. ആക്ച്വലി അല്ല. അപ്പോൾ ഭഗവാന്റെ പൊസിഷനും ഭഗവാന്റെ എക്സ്പാൻഷൻസിനെ കുറിച്ചൊക്കെ നമുക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർലി അതിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങൾ നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. श्री चैतन्य चरितामृत की जय, श्री कृष्णदास कविराज गोस्वामी की जय, श्रील प्रभुपाद की जय, गौड़ी गुरु वृंद की जय, ताई गौर प्रेमानंदे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। वंशकल्पतरुभ्यश्च कृपा सिन्धुभ्यः परिधानां पावनेभ्यो वैष्णवेभ्यो नमो नमः।